നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കലയുടെ ഒരു ലോകമേളയാണ് അല്ലേ? ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പല തരത്തിലുള്ള സംസ്കാരങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ കലാ പ്രദർശനത്തിൽ. തീർച്ചയായിട്ടും ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിനാലെ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് കേട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ വന്ന ടൈമില് എനിക്ക് സത്യം പറയാലോ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഇതിനെ കുറിച്ച്. കുറെ അറിവ് നേടി എന്നാണ് പറയുന്നത്. കുറെ അറിവല്ലെങ്കിലും കുറച്ചെങ്കിലും എനിക്ക് അറിവ് നേടാൻ പറ്റും. തീർച്ചയായിട്ടും ബിനാലെ കാണാത്തവർ, പുതിയതായി കാണുന്നവർ, ഈ ഒരു എൻ്റെ കൂടെ വന്ന ഈ സഹയാത്രിക ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയതുപോലെ അവരും ഇത് കണ്ട് മനസ്സിലാക്കും. നമുക്ക് ഒത്തിരി കാര്യങ്ങള്, ഒത്തിരി ഇത് വല്ലാത്തൊരു ലാവണ്യ അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു. ജോഹന്നാസ്ബർഗ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ടിനെയോ സെഷെ ബൊബാബെയുടെ ബഹുമാധ്യമ സൃഷ്ടികളിൽ കലാപ്രതിഷ്ഠകളും ചിത്രങ്ങളും വീഡിയോകളും ശില്പങ്ങളും ഉൾപ്പെടുന്നു. അവ അനുദിനം പരിവർത്തിതമാവുന്ന ലോകത്തെയും വേറിട്ട പ്രത്യയശാസ്ത്രത്താൽ രൂപപ്പെട്ട പ്രദേശങ്ങളെയും അടിമത്തത്തെയും പലതരത്തിലുള്ള കുടിയിറക്കങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. കൂര പോലെയും കുടീരം പോലെയും ക്ഷേത്രം പോലെയും ചിതൽപ്പുറ്റുപോലെയുമുള്ള രൂപങ്ങൾ മേ മു ഭൂമി എന്ന ധ്യാനാത്മക പ്രതിഷ്ഠയുടെ അടിത്തറയായി വർത്തിക്കുന്നു. ഈ ചെറുകുന്നുകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വിശുദ്ധ ചിതൽപ്പുറ്റുകളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ചിതൽപ്പുറ്റുകൾ ആഫ്രിക്കൻ ആവാസ വ്യവസ്ഥകളിലെ ഫലഭൂയിഷ്ഠതയെയും കൂട്ടായ പ്രയത്നത്തെയും കൂടാതെ അവിടങ്ങളിലെ സമൂഹങ്ങൾ സ്മാരകങ്ങളായും ആവാഹന ചടങ്ങുകളിൽ ഉപയോഗിക്കുന്നതുമായ വിശുദ്ധ ഇടങ്ങളെയും അടയാളപ്പെടുത്തുകയാണ്. ഇതൊരു സൗത്ത് ആഫ്രിക്കൻ ആർട്ടിസ്റ്റിന്റെ ഒരു വർക്കായിട്ടാണ് കണ്ടത്. അതെ അതെ. ഇതിപ്പോ മണൽപുറ്റാണോ ചിതൽപുറ്റാണോ അതോ എന്താണ് സംഭവം? ഇത് ഒരു മണൽപുറ്റാണ്. അതെ അതെ. അത് ടെർമൈറ്റിന്റെ പുറ്റിന് ഇൻസ്പയർ ആയതാണ്. അപ്പൊ അവര് നാച്ചുറൽ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കാറ്. അപ്പൊ അവര് ഈ 9 കോൺസ്റ്റലേഷൻസ് ഇല്ലേ, നമ്മുടെ ഓറിയോൺ എന്നൊക്കെ പറഞ്ഞ 9 കോൺസ്റ്റലേഷൻസ്, അപ്പൊ അതിന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരിക്ക് ഈ വീട് ഉണ്ടാക്കുന്നത്, ഈ നാച്ചുറലി വീട് ഉണ്ടാക്കുന്ന ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു വീട് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇവിടുത്തെ മണ്ണ് ഉപയോഗിച്ചിട്ട് വീട് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആൾക്കാർക്ക് ഇവിടെ വന്ന് ഉള്ളിൽ കയറി ഇരിക്കാനും ഒരു ഗ്ലാസ് ഇരിക്കാം, ഞാൻ കുറച്ചു നേരം കിടക്കാം. ഇപ്പൊ ഇവിടെ 9 എണ്ണം ഉണ്ട്. സോ ഈ 9 കോൺസ്റ്റലേഷൻസിന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരിക്ക് ഈ മറ്റേ നമ്മൾ റിച്വലൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടിയോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ അതാ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളത്. പിന്നെ അവർക്ക് ഇതേ താല്പര്യങ്ങളല്ല, അവർക്കില്ല. അവര് ഇന്ത്യയിൽ വന്നപ്പോ ഇവിടുത്തെ റിച്വൽസ് ആയിട്ട് ഇതൊക്കെ എടുത്തിട്ടാണ്. അപ്പൊ നമ്മള് മഞ്ഞൾ ഉപയോഗിക്കുന്നത് ചില ഉറുമ്പുകൾ ഇതൊന്നും വരാണ്ടിരിക്കാൻ. മഞ്ഞൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു മദർ ഗോഡസ്, ഒരു അമ്മ ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട് വന്നതും ഈ മഞ്ഞള് ശരിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വസൂരി, സ്മോൾ പോക്സ് പടർന്നു പിടിച്ചപ്പോൾ അത് മനുഷ്യരെ ആകെ ഭീതിതമാക്കിയിട്ട് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇവർ പ്രാർത്ഥിക്കുന്നത്, അതിലെ ഒരു ചികിത്സ എന്ന നിലയ്ക്ക് മഞ്ഞപ്പൊടിയാണ് ശരീരമാകെ ഇടുന്നതൊക്കെ. അതൊരു ഔഷധമാണല്ലോ മഞ്ഞള്. അപ്പൊ അത് ഈ മദർ ഗോഡസുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ നമ്മുടെ ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരും ഒക്കെ ഈ മഞ്ഞപ്പൊടിയാണ് പ്രസാദമായി തരുന്നത്. അപ്പൊ അത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. പക്ഷെ അവരുടെ നാട്ടിലും ഇത്തരം മന്ത്രവാദങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. ആഫ്രിക്കയില് കൂടുതലാണ്, ദുർമന്ത്രവാദം ഉണ്ട്. അതിനെ കുറിച്ച് എന്താണ് ഈ കലാകാരിക്ക് പറയാനുള്ളത്? അതിനെ കുറിച്ച് ഇല്ല, അവര് അത് പറയില്ല. അവർക്ക് സ്പേസസ് ആയിട്ട്, അവർക്ക് ഈ സ്പേസിനെ ഒരു ഭൂമിയായിട്ടാണ് കാണുന്നത്. ഒരു മദർ ഭൂമിയും നമ്മൾ അമ്മയായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ അവര് ഭൂമി എങ്ങനെ അമ്മയാവണം, അല്ലെങ്കിൽ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മുടെ വൂമ്പ് പോലെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. ഇത് ഇവിടെ ആൾക്കാരെ വെച്ച് ചെയ്താണ്. അതെ അതെ. നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഉപയോഗിച്ച് ആർട്ടിസ്റ്റ് വന്ന് ചെയ്തതാണ്. അവര് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്നു ചെയ്യാൻ വേണ്ടി. അതെ അതെ. ഇപ്രാവശ്യം ബിനാലയില് പല വർക്കുകളും ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്ന് ഇവിടെ ഓൺ സൈറ്റ് ആണ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഒരു ദുർമന്ത്രവാദത്തിന്റെ ഒക്കെ സൂചനകൾ ഉണ്ട് ഇതിനകത്ത്.
എനിക്ക് തോന്നി മറ്റൊരു അന്ധവിശ്വാസങ്ങൾ എനിക്ക് അങ്ങനെ അന്ധവിശ്വാസങ്ങൾ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷെ ഓരോ മണ്ണിലും അവരവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടല്ലോ. അത് ചിലപ്പോ നമ്മൾ കാണുന്ന സമയത്ത് അത് അന്ധവിശ്വാസമായിട്ട് കാണാം. പക്ഷെ അവര് ആ വിശ്വാസങ്ങളിലെ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വിഷ്വൽ ആർട്ടിസ്റ്റായ സുനോജ് ഡി ചരിത്രം, പുരാവസ്തുശാസ്ത്രം, നരവംശശാസ്ത്രം മുതലായവയിൽ തൽപരയായ നമ്രത നിയോഗ് എന്നിവർ ചേർന്ന് 2018 ലക്ഷ്മി നിവാസ് കളക്റ്റീവ് സ്ഥാപിച്ചത്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള പരുതൂർ കാർഷിക മേഖലയുടെ ഭൂപ്രകൃതിയിൽ കാലങ്ങളായി കന്നുകാലികളെ മേയ്ക്കുകയും അവയ്ക്ക് തീറ്റ കണ്ടെത്തുകയും ചെയ്യുന്നവർക്കിടയിൽ ഈ കളക്റ്റീവ് നടത്തുന്ന ഗവേഷണവും പരിശീലനവും കാലദേശഭേദങ്ങളില്ലാതെ നിലനിൽക്കുന്ന മനുഷ്യേതര ബന്ധങ്ങളെയും മനുഷ്യൻ്റെ ഇടപെടലുകളുടെ സങ്കീർണതകളെയും കുറിച്ചാണ് അന്വേഷിക്കുന്നത്. നമ്മളിപ്പോ ഉള്ള ആർട്ടിസ്റ്റ് വിമൂജ ടീനാണ്. പുള്ളിക്കാരി ശ്രീലങ്കനാണ്. അപ്പൊ നമ്മൾ ശ്രീലങ്കയിൽ നടന്ന യുദ്ധം ഉണ്ടല്ലോ, LTT തമ്മിലുള്ള, അപ്പൊ അവിടെ നടന്ന ആ ഒരു വിഷമം, അവിടെ നടന്ന ഒരു ബാറ്, അവിടെ ഇന്ത്യൻ സമാധാന സേന അവിടെ പോയി LTTയെ അമർച്ച ചെയ്ത ഒരു സംഭവമാണ് അല്ലേ? അതെ 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 അതുകൊണ്ട്. അപ്പോ അവിടെ ആൾക്കാര് ഈ യുദ്ധത്തിന്റെ സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്തായിരുന്നു. അപ്പൊ ഈ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ രാത്രി എവിടെയെങ്കിലും ടെമ്പററി ആയിട്ട് അവർക്ക് താമസിക്കാൻ ഉണ്ടാക്കുന്ന സ്ഥലം, അതൊക്കെയാണ് ഇവര് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന ബോട്ട് ഉണ്ട്, പിന്നെ നമ്മളുടെ പാം ട്രീസ് ഉണ്ട്. സോ ഇത് വെച്ചിട്ടൊക്കെയായിരുന്നു അവര് വീടുകൾ ഉണ്ടാക്കിയായിരുന്നു. ഇല്ലെങ്കിൽ അതിന് രക്ഷപ്പെട്ട് പോവാൻ ഉപയോഗിച്ചിരുന്നത് ഇതൊക്കെയായിരുന്നു. കടൽ യാത്രകളാണ് എല്ലാം. അതെ, കടൽ യാത്രകൾ. ഇപ്പൊ അവിടെ റോഡ് കൂടെ പോകുന്ന സമയത്തും അവര് ഈ അരിച്ചാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവർക്ക് കിടക്കാനുള്ള തലേനോ അങ്ങനെയൊക്കെ ഓർമ്മകളാണ്. പലതും തുറകളാണ്, കാങ്കേശൻ തുറ എന്നൊക്കെ പറയുന്ന ഒരു തുറകളാണ് ശ്രീലങ്കയിലെ സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങൾ. അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വർക്കായിട്ടാണ് ഇത്. അതെ, ഇത് ഫുള്ള് വന്നിട്ട് അവിടെ പ്രത്യേകിച്ച് ഈ യുദ്ധത്തിൽ ആൾക്കാർ അനുഭവിച്ച വേദനയും അവര് അനുഭവിച്ച വയലൻസിനെയാണ് ഈ ആർട്ടിസ്റ്റ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഈ ആർട്ടിസ്റ്റും ഒരു ശ്രീലങ്കനായ ഒരു ആർട്ടിസ്റ്റ് ആയ കാരണം അവര് ഈ യുദ്ധങ്ങളും ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടും നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പോഴും അവര് ശ്രീലങ്ക തന്നെയാണോ ജീവിക്കുന്നത്? ഒരുപാട് പേര് അവിടെ നിന്ന് തുരത്തപ്പെട്ടല്ലോ, പ്രത്യേകിച്ചും തമിഴ് വംശജര് കുറെ മറ്റു രാജ്യങ്ങളില്, സിംഗപ്പൂരും ലണ്ടനിലൊക്കെ പോയി. നമ്മുടെ ബയോല് അവര് ശ്രീലങ്കയിലാണ് കാണിച്ചിട്ടുള്ളത്. കുറെ പലരും തിരിച്ചു വന്നിട്ടുണ്ട്. അതെ 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 അതെ. പക്ഷേ എനിക്കൊന്ന് ഈ ആർട്ടിസ്റ്റ് ശ്രീലങ്കയിൽ തന്നെയാണ് താമസിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ട്രാക്ടർ. എന്തായാലും നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് നോക്കാം സാർ. യുദ്ധാനന്തര യുഗോസ്ലാവിയയിൽ ജനിച്ചു വളർന്ന മറീന അബ്രമോവിച്ച് കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളിൽ തീർത്ത ബഹുലവും വിപ്ലവാത്മകവുമായ സൃഷ്ടി സമാഹാരം ഇന്നും പ്രകടന കലാരംഗത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറീനയുടെ സൃഷ്ടികളിൽ പ്രക്രിയ എന്നത് തികച്ചും ശില്പപരമാകുന്നു. കൊച്ചുമുസീരിസ് ബിനാലെയിൽ മറീന അബ്രമോവിച്ച് അവതരിപ്പിക്കുന്ന ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് പെർഫോമൻസ് ആർട്ട് എന്ന പ്രകടന പ്രഭാഷണം ഐലൻഡ് വെയർ ഹൗസിൽ 18 മീറ്റർ വീതിയിൽ പല ചാനലുകളിലായുള്ള വാട്ടർഫോൾ എന്ന വീഡിയോ പ്രൊജക്ഷനായി ഒരുക്കിയിരിക്കുകയാണ്.
മന്ത്രോച്ചാരണം ചെയ്യുന്ന ടിബറ്റൻ സന്യാസിമാരുടെ 108 പോർട്രേറ്റുകൾ ഇവിടെ കാണാം. വെള്ളച്ചാട്ടം പോലെ അലയടിക്കുന്ന ശബ്ദവിന്യാസം. സ്ക്രീനിന് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്ന 12 കസേരകളിലിരുന്ന് ചിന്താത്മകവും ധ്യാനപരവുമായ വിശ്രമത്തിലേക്കാഴാൻ ഈ സൃഷ്ടി പ്രേക്ഷകരെ ക്ഷണിക്കുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളുടെ വർക്ക് ഇവിടെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇതിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുകാരിയായ കൂനമ്മാവിലെ ഒരു കലാകാരി ചെയ്ത വർക്കാണ്. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം. ഇത് മീനു ജെയിംസ് ആണ് ആർട്ടിസ്റ്റിന്റെ പേര്. കണ്ടു. അപ്പോ മീനു കൂനമാവില് പുള്ളിക്കാരി വളർന്ന് വരുന്ന സമയത്ത് ആളുടെ ചെറുപ്പത്തിൽ കണ്ട കൂനമാവിനെയാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ വളർന്നു വരുന്ന സമയത്ത് ഈ സ്ഥലങ്ങൾ ചെറുപ്പത്തിൽ കണ്ട സ്ഥലങ്ങൾ ഇപ്പൊ ഇല്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ പുള്ളിക്കാരിയുടെ ഒരു ഓർമ്മയിലുള്ള കൂനമാവാണ് ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. കടലോരങ്ങളും ചീനവലയും എല്ലാം വരുന്നുണ്ട്. അതെ അതെ. അപ്പൊ പുള്ളിക്കാരിക്ക് ഈ സ്ഥലങ്ങൾ ഇപ്പൊ ഓർമ്മയിൽ മാത്രമല്ലല്ലോ, അപ്പൊ ഇത് ഇനിയും ആൾക്കാർ കാണണം. എന്തുകൊണ്ടാണ് ഇത് കൊച്ചു കൊച്ചു പ്രതലത്തില് വരച്ചു വെച്ചിരിക്കുന്നത്? നമ്മളിപ്പോ കണ്ടതിന് വലിയ ക്യാൻവാസിലും വലിയ ഇൻസ്റ്റലേഷൻസും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ആദ്യമായി നമ്മൾ വളരെ ചെറിയ ചിത്രങ്ങൾ അല്ലേ? എനിക്ക് തോന്നിയിട്ട് ഇതില് പുള്ളിക്കാരി ഗ്ലാസ്സിലും വുഡിലൊക്കെയാണ് പുള്ളിക്കാരി പെയിന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ഡയമെൻഷണൽ ഇതിലാണ്. അപ്പൊ നമ്മൾ സൈഡിൽ നോക്കണം, അല്ല ഈ സൈഡ് നമ്മൾ ചിത്രത്തിന്റെ 2 സൈഡിൽ നോക്കുന്ന സമയത്തും ആ ചിത്രം കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. ചില ചിത്രങ്ങളുടെ ചില ചിത്രങ്ങളുടെ പുറകിലേക്കും അത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ക്യൂബ് ഇല്ലെങ്കിൽ ഒരു ക്യൂബായിട്ട് എടുക്കുന്ന സമയത്ത് അതിന്റെ മൊത്തം ഇതിലെ ചിത്രം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ ചിത്രങ്ങൾ അവർക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരയാനും എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വരയാൻ വേണ്ടിയിട്ടാണ് അവർ ചെറിയ ചിത്രങ്ങളായിട്ട് വരയ്ക്കുന്നത്. ചെറിയ ചിത്രങ്ങൾ അവർ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ച് അതിൽ വളരെ ചെറിയ ഇമേജുകൾ പോലും ഉണ്ട്. അതില് അതേ സമയത്ത് ഇതില് ഡീറ്റെയിൽസ് ഒക്കെ ഇമേജിനുള്ളിലെ കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു ഇമേജുകൾ. അതെ അതെ. അതിൽ ഓരോ ഡീറ്റെയിൽസ് അവർക്ക് മിസ് ചെയ്യാതെ വരയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെറുതിൽ വരഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തായാലും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന ഇതിനൊരു വ്യത്യസ്തതയുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട ബിനാലെ ചിത്രങ്ങളിൽ നിന്ന് ഒരു മാറി നടത്തം. ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടാണ് മനസ്സിലേക്ക് ഓരോ തോട്ട്സ്, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇൻസ്റ്റലേഷൻസ് ആണ് ഓരോ. എനിക്ക് അതിൽ തിരിച്ചു ചോദിക്കാനുള്ളത്, ലോകത്തിലെ എല്ലാ കാഴ്ചകളും എപ്പോഴും മനോഹരങ്ങളാണോ? അല്ല, പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന വേസ്റ്റ് അത് വഴിയരികിൽ, നമ്മളിപ്പോൾ കൊച്ചി ആയാലും തിരുവനന്തപുരമായാലും കേരളത്തിലെ നഗരങ്ങളായാലും ഇനിയിപ്പോൾ ഗ്രാമീണ പട്ടണങ്ങളായാലും, ഗ്രാമം എന്ന് ഇനി പറയാൻ പറ്റില്ല, ഗ്രാമീണ പട്ടണങ്ങളായാലും അവിടെയൊക്കെ ഡംപ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റ് ഇതെങ്ങനെ ഉണ്ടാവുന്നു? നമ്മൾ സൃഷ്ടിക്കുന്നതാണ്, നമ്മുടെ ഉപഭോഗം. അപ്പം മുതലാളിത്ത സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ധൂർത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? തിന്നും കുടിച്ചും തിമിർത്തും ചിലപ്പോൾ ഓൺലൈനിൽ വരുത്തും. അതിപ്പോൾ നഗരങ്ങളിലാണ്. എന്നിട്ടോ ഈ തിന്നു കുടിച്ച് തിമിർത്ത് ആ ധൂർത്ത് അടിക്കുന്നത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ലൈക്കും അടിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ഈ ചിത്രങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത്, ആ ബാലനെ നോക്കൂ, ഭാവി തലമുറ, ഭാവി ഭൂമി, പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാവി എങ്ങനെയായിരിക്കും? അപ്പോൾ ആ ചിന്ത പോലും ബീഭത്സമാണ്. എനിക്ക് തോന്നുന്നു. എന്ത് തോന്നുന്നു? നിങ്ങൾ പറയൂ, കലാകാരൻ പറയൂ. ഇത് നിരോധ് ചത്പതി പറഞ്ഞ ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരൻ ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ
ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആള്, നൈറ്റ് മാനേജർ. അതിൽ തന്നെ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ നമ്മൾ ഈ ഫോട്ടോസ് തന്നെ കാണാം. സോ അത് വലിയൊരു മലയാണ്. ഇതിപ്പോ ഡൽഹി പോകേണ്ട മാലിന്യമലകള്, മാലിന്യ കൂമ്പാരം കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ബ്രഹ്മപുരം തന്നെ വലിയൊരു മലയായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അതവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആർട്ടിസ്റ്റ് അവിടെ വർക്ക് ചെയ്യണം, അവിടെ നൈറ്റ് മാനേജർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അതിലൂടെ നടക്കുന്ന സമയത്ത് കാണുന്ന ഒബ്ജക്ട്സ് എടുത്തിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആളിതൊരു 5-10 വർഷം മുന്നേ തുടങ്ങിയ ഒരു കളക്ഷനായിരുന്നു. അപ്പോൾ ഒരു 7000-ൽ കൂടുതൽ ഒബ്ജക്ട്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ ഈ ഒബ്ജക്ട്സിനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാനും പുതിയ ഇൻസ്റ്റലേഷൻസ് ഉണ്ടാക്കാനും ശ്രമിക്കണം. അപ്പോൾ ആൾ എന്താ പറയുക, ഈ നമ്മൾ കളയണ ഓരോ മെറ്റീരിയൽസിലും അതിൻ്റെതായ ഡേറ്റ ഉണ്ട്, അതിൻ്റെതായ ഓർമ്മകളുണ്ട്. അത് ഇവൻച്വലി നമ്മൾ മനുഷ്യർ പോലും അതുപോലെ ഒരു ഒബ്ജക്റ്റായി മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരു പെട്ടിക്കകത്ത് ഉള്ള ഒരു ഒബ്ജക്റ്റായി മാറാൻ സാധ്യതയുണ്ട്. വേറെ രസകരമായ ഒരു വിഷയം ഇതെന്താ വെച്ചാൽ, ആള് ഡൽഹിയിൽ ഒരു 2 BHK ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ആളുടെ വീട് ഫുള്ള് ഇതുപോലത്തെ സാധനങ്ങളാണ്. പലതരം സാധനങ്ങളാണ്. അപ്പൊ ആൾക്ക് രാത്രി കിടക്കണമെങ്കിൽ ആള് ഈ സാധനങ്ങളോട് ഒന്ന് മാറിയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് അതിന് മാറ്റി വേസ്റ്റ് അല്ല, ഒബ്ജക്ട് അയാളെ സംബന്ധിച്ച് വേസ്റ്റ് അല്ല. ആള് പറയണ പിന്നെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ആ ഒരു ഇതിൽ വന്നിട്ട് ആള് കാണാത്ത ഇതില്ല. അതില് ആൾക്കാരുടെ ഒരു ലേബർ ഉണ്ടല്ലോ, ആ ലേബറിനെ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യണം, എസ്പെഷ്യലി എത്രത്തോളം വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ ഡൽഹിയെ അപേക്ഷിച്ച് കേരളം ഈ മാലിന്യ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പറയാൻ കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച്, അയാളുടെ മുറിയിൽ ഉള്ള വേസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. കേരളം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹരിതകർമ്മസേനയുടെ ഒരു വിഭാഗമുണ്ട്. ഞാൻ പ്രേക്ഷകരും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഇതിങ്ങനെ പറയുന്നത്, അതിൻ്റെ പേര് പാഴ്വസ്തു ശേഖരണം എന്നാണ്. അതായത് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ബാക്കിയുള്ള പാഴ്വസ്തുക്കളുണ്ട്, ഫുഡ് വേസ്റ്റ് അല്ല. ഈ പാഴ്വസ്തുക്കളിൽ പലതും റീസൈക്കിൾ ചെയ്യാം, പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാം, മറ്റു പല സാധനങ്ങളായിട്ട് ഇവർ കയറ്റി അയക്കുന്നുണ്ട്. ഞാൻ വായിച്ചെടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാലിന്യ കൂമ്പാരം തന്നെ വിദിതമായ ഒരു കാഴ്ചയാണ്. പോയി കണ്ടാൽ, അവിടെ പോയി നിന്നാൽ. ഇപ്പൊ ഇത് ഒരു മൃഗത്തിന്റെ അവശിഷ്ടമല്ല, മൃഗത്തിന്റെ തലയാണ്. ഏതെങ്കിലും ഇറച്ചി വിട്ട് കടയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കും. ഒരു പോത്തിന്റെ, അതെ, ഇതൊരു കാലനെ ആയിരിക്കും ചിത്രീകരിച്ചിരിക്കുന്നത്. കാലനാണോ? നമ്മള് സാധാരണ പുറത്ത് വന്നുകൊണ്ട് കാലനാണോ വരിക അല്ലേ നമ്മുടെ കാഴ്ചപ്പാട്? യമധർമ്മൻ. അതെ. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും വേസ്റ്റ് നമ്മൾ കുമിഞ്ഞു കൂടുന്നത് കൊണ്ട് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കും എന്നത് ഒക്കെ ആയിരിക്കുമോ കവി ഉദ്ദേശിച്ചത്? എന്തായാലും ഒരു നല്ല ഡിസ്കഷൻ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും പറയാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ, അവരാലോചിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. അതെ, അല്ല അവർക്കിപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ഇത് നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ പ്രസന്റേഷൻ കണ്ടിട്ട് കുറെ ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. തീർച്ചയായും. ദിസ് ഇസ് ശ്വേത തമിഴ്നാട്ടിലെ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ബിനാലെ സ്ഥലികളിൽ ശ്വേതയെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ ശ്വേത നമ്മുടെ ചിത്രങ്ങളും ശില്പങ്ങളും
ഇൻസ്റ്റലേഷനുകളും എല്ലാം കണ്ട് ആസ്വദിച്ച് വളരെ സീരിയസ് ആയി നിൽക്കുകയാണ്. ശ്വേതയെ പരിചയപ്പെട്ടു. വണക്കം. வணக்கம். எப்படி இருக்கு பினாலே? ரொம்ப நல்லா இருக்கு, ரொம்ப நல்லா இருக்கு. இதுதான் ஃபர்ஸ்ட் டைம், ஆமா. my first time for Binale. So my director suggested to visit this place. அச்சா. ரொம்ப நல்லா இருந்துச்சு. I've been here for 3 days. This is my second day here. Almost ஒரு 50% தான் கவர் பண்ண முடிஞ்சது. அப்படியா? But still so far வந்துட்டு புது எக்ஸ்பீரியன்ஸ். டீடைலா பார்த்து தான் போறது. Yeah, it takes a lot of time. புரிஞ்சு ஆமா ஆமா அப்படி தான் போகுது. கண்டிப்பா you can't rush things up. Yeah. டைம் வேணும். அண்ட் புது புது விஷயங்கள் பார்க்க முடிஞ்சது, தெரிஞ்சுக்க முடிஞ்சது. a lot of political installation of course, அது ரொம்ப நல்லா இருந்தது. how artists use their voices through art to voice out their plight, அவங்களோட பயம், கோபம் எல்லாத்தையும் வந்துட்டு ரொம்ப அழகாக எக்ஸ்பிரஸ் பண்ணியிருந்தாங்க. of course I'm not that intelligent enough to understand all the art. I'm still learning, I'm still student. பிடிச்ச வர்க் எது? இது ரொம்ப நல்லா இருந்துச்சு. ஆஸ்பன் ஹவுஸ் வாஸ் வெரி குட். அந்த இன்ஸ்டலேஷன்ஸ் எல்லாமே. அண்ட் ஆல்சோ திஸ் வாஸ் வெரி குட் ஆக்சுவலி. இங்க ஸ்ரீலங்கா ஒரு சப்ஜெக்ட் இருக்கு. எஸ். ஸோ அது ரொம்ப நல்லா இருந்தது. அண்ட் ஆல்சோ லாட் ஆஃப் அம்பேத்கர் ஒர்க்ஸ், அம்பேத்கர் இன்ஸ்பயர்ட் ஒர்க்ஸ். ஸோ அதுவும் ரொம்ப நல்லா இருந்தது. ஸோ ஃபார் ஸோ குட். அண்ட் தி சிட்டி இட் செல்ஃப் இஸ் வெரி பியூட்டிஃபுல். ஆஃப் கோர்ஸ் தியேட்டர் பர்சன் இது இந்த மாதிரி ஒர்க்ஸ் பினாலே இது எப்படி ஹெல்ப் பண்ணுவாங்க? of course ஆர்டிஸ்ட்க்கு வந்துட்டு we need a lot. we need to reflect a lot on ourselves. தியேட்டருக்கு அது ரொம்ப முக்கியம். any form of art, that's very important. and இந்த ஸ்பேஸ் வந்துட்டு ஒரு ஆர்டிஸ்ட்க்கு அந்த தானே ரிஃப்ளெக்ட் பண்ணிக்கிறதுக்கான ஒரு ஸ்பேஸ் கொடுக்குது. லைக் மிரர், of course like mirror. லைக் பொறுமையாக நின்று லைக் வாட் வி திங்க், வாட் வி வாண்ட், வாட் வி நீட், நம்ம என்னென்ன பண்ணுறோம், நம்ம என்னென்ன பண்ணலை அப்படின்றதுக்கு அந்த ஒரு ப்ரீதிங் ஸ்பேஸ் கொடுக்குது. அஃப்கோர்ஸ் வி ஆர் இன் 21st century, வி ஆர் ரஷிங் திங்ஸ் அப். நம்மளுக்கு வந்து இப்போ டைம் இல்லை, காலைல எழுந்திரிக்கிறோம், தூங்குறோம், அப்படியே தான் கிளாக் ஓடிக்கிட்டு இருக்கு. ஸோ இது வந்து ஒரு பிரேக் மாதிரி இருந்தது. மெக்கானிக்கல் லைஃப். மெக்கானிக்கல் லைஃப்லேருந்து ஒரு டோட்டல் அவுட் ஆஃப் தி வேர்ல்டு மாதிரி இருக்கு. ஒரு பிரேக், டு பாஸ் அண்ட் செட் அண்ட் திங்க் வாட்ஸ் லைஃப் அபவுட். அண்ட் ஆல்சோ லைக் நம்ம அதை மட்டும் பார்க்க முடியாது. ஆல்சோ a lot of political things that we forget. of course war exists. நம்ம சுற்றி எவ்வளவோ பொலிட்டிக்கலி ராங்கான விஷயங்கள் நடக்குது. அதை திங்க் பண்ணுறதுக்கான ஸ்பேஸும் வந்துட்டு பினாலே கொடுத்துருக்கு. ஸோ ஐம் ரியலி கிரேட்ஃபுல் தட் கேரளா does this, and definitely I'll come again. So yeah, it's a great experience. This is a world exhibition. Yeah, different artists are coming from the whole world. Yeah, that is another thing. இப்போ நான் கேட்குறது, you are a dedicated artist. You studied for theater. No ambition for cinema. No, அப்படி கிடையாது. அப்படி இல்ல. தியேட்டர் தான். I've done cinema. I've acted in one film so far. Yeah. எல்லாமே நடிப்பு தான். வாழ்க்கை நடிப்பு தான். வாழ்க்கையே നടിപ്പ് தான். ഉലകമേ ഒരു നാടക മേടை. നമ്മുടെ കൊച്ചി ബിനാലെയുടെ വിശേഷങ്ങൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.